മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. പ്രാർത്ഥിച്ചു ഒരുങ്ങിയോ? പ്രത്യേകമായി നിയോഗങ്ങൾ വെച്ചോ? ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുന്നതാണ്. ദൈവം കൂടെയുള്ളവർക്ക് സങ്കടങ്ങളുണ്ടാകും, പക്ഷേ പിടിച്ചു നിൽക്കാൻ ശക്തി കൊടുക്കും. ദൈവം കൂടെയുള്ളവർക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ അവിടുന്ന് വരം കൊടുക്കും. ഇന്നിതാ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു തീരുമാനത്തോടെ ഈ വചനം കേൾക്കാം. സങ്കീർത്തനം 118:6. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? മകളെ, കർത്താവ് നമ്മുടെ പക്ഷത്ത് ഉണ്ട് എങ്കിൽ ലഭിക്കാതെ പോയതിനെ ഓർത്ത് പരാതി പറയില്ല. ഉള്ളവരെ നോക്കി താരതമ്യം ചെയ്യുകയില്ല. അസൗകര്യങ്ങളിൽ അസ്വസ്ഥപ്പെടുകയുമില്ല. അതല്ലേ? അങ്ങനെയല്ലേ? നഷ്ടങ്ങളിൽ ഒരിക്കലും നിരാശപ്പെടുകയില്ല. യഥാർത്ഥ നിധിയായ യേശുവാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വമെന്ന് അവർ തിരിച്ചറിയുകയാണ്. സമ്പത്തും മറ്റ് സൗകര്യങ്ങളും ഒക്കെ യേശുവിനെ പ്രതി വേണ്ടെന്ന് വയ്ക്കാൻ അവർക്ക് കഴിയുന്നു. ഈശോ തൻ്റെ പക്ഷത്തുള്ളവർക്ക് മാത്രമേ ആത്മധൈര്യം ഉണ്ടാകുകയുള്ളൂ. ഏത് ഇല്ലായ്മകളെയും അഭിമുഖീകരിക്കുവാൻ ആത്മധൈര്യം കിട്ടണമെങ്കിൽ ഈശോ നമ്മുടെ പക്ഷത്തുണ്ടാകണം. യേശു ഉള്ളിലുള്ളവർക്കാണ് കാലിത്തൊഴുത്ത് പോലും ദൈവാലയമാക്കി മാറ്റാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ദൈവപക്ഷത്തുള്ളവർക്ക് സാധിക്കും. ആദരിക്കപ്പെടുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്ക് നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കും? ഇതാ, ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. അതാണ് ഇന്ന് നമ്മോട് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. രോഗങ്ങളോ സങ്കടങ്ങളോ കടബാധ്യതകളോ ജീവിതഭാരങ്ങളോ എന്തും വന്നുകൊള്ളട്ടെ, അതെ അഭിമുഖീകരിക്കുവാൻ ഉള്ളിലിരിക്കുന്ന ദൈവിക ശക്തി നമുക്ക് കൃപ തരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കർത്താവിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുവാൻ കൃപ കിട്ടട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ സ്നേഹ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ. അതിശയങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.